ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഹാപ്പി ഓണം ആശംസിക്കുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും 2024 ഓണം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിക്കടുത്ത് തോട്ടയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്നൊരു പ്രോപ്പർട്ടി കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് നമ്മുടെ നമ്പറിൽ കൊടുത്തിരിക്കുന്ന അവർ ഓൺ കോട്ടയം മോർ ഇൻഫർമേഷൻ എന്ന് കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 30 സെൻറ്റിൽ 1250 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. 17 വർഷം വീടിന് പഴക്കമുണ്ടെങ്കിലും ഒരു വർഷം മുമ്പ് വീടിൻ്റെ റിനോവേഷനൊക്കെ ചെയ്ത് വളരെ ഭംഗിയോടെ നല്ലൊരു വീട് അവർ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പഞ്ചായത്ത് റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 500 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. കറുകച്ചാൽ അമ്പലക്കവല റോഡാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു റോഡെന്ന് പറയുവാനായിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തോട്ടയ്ക്കാട്, പുതുപ്പള്ളി ആ റോഡ്, കറുകച്ചാലിലേക്കുള്ള റോഡ് എല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് തന്നെ നിൽക്കുന്നു. നാം നിന്ന് കാണുന്നതാണ് നമ്മുടെ ആ മതിൽ കെട്ടിയിരിക്കുന്നതാണ് നമ്മുടെ അതിര്. ആ റോഡിൻ്റെ ഇത്രയും ഫ്രണ്ടേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ ഒരു റോഡിൽ ഇങ്ങനെ നടന്നു വന്ന് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ഫ്രണ്ടേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം വരെ ആ ഒരു ഫ്രണ്ടേജ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ലഭിക്കുന്നുണ്ട്. പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യാതെ തന്നെ വളരെ ഭംഗിയോടെ തന്നെ വഴി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ലഭിക്കുന്നുണ്ട്. ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ചും മുറ്റവും നമുക്ക് വീടിന് ലഭിക്കുന്നുണ്ട്. 5.6 കിലോമീറ്റർ മാത്രമാണ് കറുകച്ചാൽ ടൗണിലോട്ടുള്ള ദൂരം. 2 കിലോമീറ്റർ മാത്രമാണ് തോട്ടയ്ക്കാട് ടൗണിലോട്ടുള്ള ദൂരം. ധാരാളം ചെടികളും മരങ്ങളും ഒക്കെ, അതുപോലെ കാന്താരി ചെടികളും ഫാഷൻ ഫ്രൂട്ടും മറ്റ് അനവധി കൃഷികളെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടി നമുക്ക് കാണാവുന്നതാണ്. 7.8 കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളി ടൗണിലോട്ടുള്ള ദൂരം. കായ്ക്കുന്ന തെങ്ങുകൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണുവാനായിട്ട് കഴിയും. മുറ്റമൊക്കെ തറയോടുകൾ പതിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. വീട്ടിലോട്ട് കയറുന്ന വഴിയും കോൺക്രീറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ധാരാളം ഫാഷൻ ഫ്രൂട്ട് കാഴ്ചയെടുക്കുന്ന ഒരു പന്തലാണ് നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിലവിലിപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കിണറില്ല. ഒരു കുഴൽക്കിണറാണ് നിലവിലുള്ളത്. കിണറുള്ള സ്ഥാനവും അതുപോലെ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയുമാണ് എന്നാണ് നമ്മുടെ ഉടമസ്ഥൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കിണർ കുത്തി നൽകാനും അവർ തയ്യാറാണ്. പുതിയൊരു കിണർ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ചെയ്ത് നൽകുവാനും അത് ആ ഒരു ഡീലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ആ കാര്യങ്ങളൊക്കെ. ധാരാളം 2-3 വണ്ടികൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പോർച്ച് വീടിന് നൽകിയിട്ടുണ്ട്. അതുപോലെ വിശാലമായൊരു മുറ്റവുമുണ്ട്. നമുക്ക് വീടിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. വീടിൻ്റെ ആ ഒരു മുറ്റവും ആ ഫ്രണ്ട് ഏരിയയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വഴിയും മറ്റുമെല്ലാം നന്നായി കാണുവാനായിട്ട് കഴിയും. ഇതാണ് വീടിൻ്റെ ആ ഫ്രണ്ടേജും സിറ്റൗട്ടും ഒക്കെ. താഴോട്ടുള്ള വഴി നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായ ഒരു മുറ്റം തന്നെ 2 സൈഡിലും ലഭിക്കുന്നുണ്ട്. ധാരാളം
നല്ലതായിട്ട് കായ്ക്കുന്ന ഒരു തെങ്ങ്, 2 തെങ്ങ് നമുക്ക് മുറ്റത്ത്, 3 തെങ്ങ് നമുക്ക് മുറ്റത്തായിട്ട് ഉണ്ട്. ഉടമസ്ഥനെ അറിയിച്ചത് ഈ ഭാഗത്തായിട്ടാണ് കിണറിനുള്ള സ്ഥാനമുള്ളത്. നമുക്ക് വീടിൻ്റെ പുറകുവശത്ത് കുറച്ചൊന്ന് പോയി കാണാനായിട്ട് കഴിയും. വീടിൻ്റെ പ്രോപ്പർട്ടിയുടെ 4 അതിരുകളും തിരിച്ച് ഗേറ്റും വീടിൻ്റെ അതിരുകളൊക്കെ തിരിച്ചാണ് നൽകിയിട്ടിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ അടുക്കള ഭാഗത്തോട്ടുള്ള വഴി. ഈ സൈഡ് വഴിയും അവിടെ ഒരു ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ, സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന രീതിയിൽ ഒരു ചെറിയ ഷെഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു സൈഡിലുള്ള അതിരെന്ന് പറയാനായിട്ടുള്ളത്. വീടിൻ്റെ പുറകുവശത്തും ഒരു ഷെഡ് നൽകിയിട്ടുണ്ട്. ഏറ്റവും ബാക്കിൽ കാണുന്നത് ആടിനെയും വളർത്തുന്ന ഒരു ഷെഡാണ്. ധാരാളം ആടുകൾ അവിടെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലോട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളും നമുക്ക് കിടക്കുന്നത്. ധാരാളം കോഴിയും അതുപോലെ തന്നെ ആടും ഒക്കെ ഈ വീട്ടുകാരവിടെ വളർത്തുന്നുണ്ട്. അതിനൊക്കെ പറ്റിയൊരു അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. പുറകിൽ ഞാൻ പറഞ്ഞാൽ ഒരു വിശാലമായ ഒരു ഷെഡും ബാക്ക് സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇതാണ് അടുക്കള വശം, ഇറങ്ങി വരുന്ന അടുക്കള വശം. അലകല്ലും മറ്റുമൊക്കെ ആ പുരാതനമായ ശൈലിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. നമ്മൾ ആ കാർ പോർച്ചിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. നമുക്കിനി വീടിൻ്റെ ഉൾവശത്തേക്കൊന്ന് പ്രവേശിക്കാം. ഈ വീടിൻ്റെ റൂഫെന്ന് പറയുന്നത് സിറ്റ് ഔട്ട് വാർക്കയാണ്. അതുപോലെ തന്നെ ബാത്റൂമും വാർക്കയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ ആസ്പെറ്റോസ് ഷീറ്റാണ്. എങ്കിലും തറയും ടൈലും അതുപോലെ റൂഫെല്ലാം നന്നായി തന്നെ ജിപ്സം വർക്കാണ് ചെയ്തിരിക്കുന്നത്. സാധാ സീലിംഗ് അല്ല, ജിപ്സം വർക്കോട് കൂടിയ സീലിങ്ങുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ആ വീടിന് ലഭിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ലിവിങ് ഏരിയയാണ്. ആ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വിശാലമായ ഒരു ഡൈനിങ് ഏരിയയും ആ വീടിനുണ്ട്. അതൊക്കെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സമയമുണ്ട്. ആദ്യം നമുക്ക് ആ ഒരു ലിവിങ് ഏരിയയുടെ വലുപ്പം നിങ്ങളൊന്ന് കാണാം. വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ ആണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് റൂമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. AC ഒക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമായി തന്നെ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. അവിടെയും ടൈലുകളൊക്കെ തറ പതിപ്പിച്ച് ടൈലുകളും. ഇതാണ് ഞാൻ പറഞ്ഞ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയും നല്ല വിശാലമായി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ജിപ്സം വർക്ക് ചെയ്ത റൂഫും ടൈലുകളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഒരു ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് അടുക്കള കാണാൻ നല്ല ഡോറ്, ഗ്ലാസും വുഡൻ ഡോറുമാണ്, വുഡുമാണ് നമുക്ക് ആ ഒരു കിച്ചണിലേക്ക് കയറുന്ന ആ ഡോറിന് നൽകിയിരിക്കുന്നത്. ഇവിടെ കബോർഡ് വർക്കുകളും എല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയ ഒരു കിച്ചൺ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പുരാതന രീതിയിലുള്ള അടുപ്പും മറ്റും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ കണ്ട അടുക്കളയുടെ ആ ഭാഗമാണിത്. കണ്ടല്ലോ, ഇവിടെ തീ കത്തിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ പാത്രമൊക്കെ കഴുകാനുള്ള ഒരു ചെറിയ വർക്ക് ഏരിയയും അവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഷീറ്റാണ്, സീലിങ്ങോ അല്ലെങ്കിൽ ജിപ്സം വർക്കോ ഒന്നും ചെയ്തിട്ടില്ല. ആ വീട്ടിൽ ഒരു പൂച്ചക്കുട്ടിയാണ്, ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട്. നമുക്കിനിയും ആ ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയും അതോടൊപ്പം തന്നെ ഒരു ബാത്റൂമും അവിടെയുണ്ട്. അതിൻ്റെ റൂഫെന്ന് പറയുന്നത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ആക്സസ് ഉണ്ട്. ഇവിടെ റൂഫ് നമുക്ക് സീലിംഗ് ഒക്കെ ചെയ്ത് AC ഒക്കെ പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 ബാത്റൂം ഇൻസൈഡിലായിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് വീടിന് നിലവിലുള്ളത്. ഓക്കെ, നമ്മുടെ ലിവിങ് ഏരിയയിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല, കോമൺ ബാത്റൂമാണ് അതിന് നൽകിയിരിക്കുന്നത്.
നമുക്ക് വീടിൻ്റെ ആ ഒരു സിറ്റ് ഔട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ ക്യാപ്ഷനിലും തമ്പനെയിലും നൽകുന്നതാണ്. നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റാണ് നൽകിയിരിക്കുന്നത്. ഒരു ലോ ബഡ്ജറ്റ് വീടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സ്ഥലം ആവശ്യമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. പള്ളികൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികളെല്ലാം തന്നെ വളരെ അടുത്തായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. എല്ലാവരുടെയും വിഭാഗക്കാരുടെയും പള്ളികളുമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.